ആദ്യം നിങ്ങൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഗാലറിയിൽ പോയി ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഫോട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ടൂൾസിൽ പോയി ഇതിൻ്റെ ടൂൺ ഇമേജൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ടൂൺ ഇമേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ കൊടുക്കുന്ന അതേ വാല്യൂസ് ഓരോ ടൂളിനും കൊടുക്കുക. ബ്രൈറ്റ്നെസ്സിനും സാച്ചുറേഷനും ഞാൻ കൊടുക്കുന്ന അതേ വാല്യൂസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വേറൊരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ലതെന്ന് തോന്നുന്ന വാല്യൂയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാതാണ്. അധികം ഒന്നും കൂട്ടരുത്. എല്ലാവരും മീഡിയമായിട്ട് എല്ലാ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷനും എല്ലാം ഒരു മീഡിയം വാല്യൂ ആയിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത വാല്യൂ ഒക്കെ ആ പടത്തിൽ കാണാൻ പറ്റും എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ. ഇനി നമുക്ക് കർവ് ഓപ്ഷനിൽ പോകുക. അതിൽ ഞാൻ കൊടുക്കുന്നത് 4 കർവ്, അത് 4 പോയിൻ്റായിട്ട് കൊടുക്കുക. ഒന്ന് ഡൗൺ, ഒന്ന് സെൻറ്റർ, ഒന്ന് അപ്പ് പൊസിഷനിൽ 4 കർവ് കൊടുക്കുക. എന്നിട്ട് അടിയിലുള്ള കർവ് കുറച്ച് മേപ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള കർവ് കുറച്ച് താഴത്തോട്ടും, നടുക്കത്തെ കർവ് സെൻറ്ററിലോട്ടും അഡ്ജസ്റ്റ്. ആ മൂന്നാമത്തെ പോയിൻറ്റ് സെൻറ്ററിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് മുകളിലുള്ള പോയിൻറ്റ് അടുത്ത സൈഡിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള പോയിൻറ്റ് വലത്തെ സൈഡിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു എസ് മോഡൽ രൂപത്തിൽ ആ കർവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ കണ്ട ഫോട്ടോകളോട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകാം. ഡീറ്റെയിൽസിൽ പോയിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തുമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ടൂൾസിൽ പോയി HDR സ്കേപ്പ് കൊടുത്തിട്ട് നല്ല പീപ്പിൾ എന്നൊരു ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഫിൽറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോയിലൊന്ന് ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഒറിജിനൽ ഫോട്ടോയുടെ രൂപവും ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയുടെ കമ്പാരിസൺ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ടൂൾസിൽ പോയിട്ട് വിഗ്നേറ്റ് കൊടുക്കുക. അതിൽ ഔട്ടർ ബ്രൈറ്റ്നസ് നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. നമുക്കിനി ആ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വലത്തെ സൈഡിലുള്ള എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ സേവിനടിയിൽ എക്സ്പോർട്ട് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഫോട്ടോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കാണാം. ഇതാണ് എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഒറിജിനൽ ഫോട്ടോയുടെ കമ്പാരിസൺ നമുക്ക് വേണമെങ്കിൽ വെച്ച് നോക്കാവുന്നതാണ്.